പറമണ്ണൂർ സത്യൻ എന്ന സഹോദരൻ്റെ മൂത്ത മകളാണ് നമ്മുടെ മുന്നിലുള്ള സ്നേഹ എന്ന 6ാം ക്ലാസ്സുകാരി. ഈ കുട്ടിക്ക് മാരകമായ രോഗം പിടിക്കപ്പെട്ടിട്ട് 4 വർഷമായി. വളരെ ദയനീയാവസ്ഥയിലാണ് നമ്മളെ ഈ കുടുംബം. അന്നാന്ന് കൂലിവേലയ്ക്ക് പോണ സത്യൻ ഇപ്പോൾ എങ്ങനെ ഇനി മുന്നോട്ട് പോവുക, ഈ കുഞ്ഞു പൈതലിനെ എങ്ങനെ ചികിത്സിക്കുക, ഈ കുടുംബത്തിൻ്റെ നാഥനായ സത്യൻ വളരെ വേദനയോടെ നമ്മളെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഈ പാവപ്പെട്ട ഈ നമ്മളെ പൊന്നുമോള് ജീവിതത്തിലേക്ക് എത്തും. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുട്ടിയുടെ അച്ഛനാണ് സത്യനാണ് നമ്മൾ മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവരും മുന്നിലേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ഹോർമോണിൻ്റെ ശരീരത്തിൽ വളരേണ്ട ഹോർമോൺ കമ്മിയാണ്. അതായത് 2.8 ഇപ്പോൾ 2 മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക് ഹോർമോൺ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ 4 വർഷമായി ചികിത്സ തുടങ്ങിയിട്ട് ഇപ്പോൾ ഭീമമായ സംഖ്യയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെ സമ്മനസ്സുള്ള നിങ്ങളെ കൊണ്ട് സഹായത്താലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ നാട്ടുകാരെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്ത് മെമ്പറും സ്കൂളിലും മാഷന്മാരും നാട്ടുകാരെ കൂടി സഹായിച്ചിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയത്. ഇപ്പോൾ എനിക്ക് ഒരു നിർവാഹം ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സന്മനസ്സുള്ള എല്ലാവരും സഹായിക്കണം അപേക്ഷിക്കുന്നു. എൻ്റെ കുട്ടിക്ക് പറയാനുള്ളത്, എത്ര ക്ലാസ്സിലെ സ്കൂളിൽ? 6ൽ. എൻ്റെ കുട്ടിക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ മോളെ എല്ലാ അസുഖം മാറുട്ടാ. ദൈവം വലിയവനല്ലേ, എൻ്റെ കുട്ടീൻ്റെ കണ്ണീര് കാണാതിരിക്കില്ല കേട്ടാ. 100% എൻ്റെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് ഇക്കാക്കാരുമാരും ഒരുപാട് ഏട്ടന്മാരും ഉണ്ട് കേട്ടാ. എല്ലാവരും വരും കേട്ടാ, സഹായിച്ച് എത്തും എൻ്റെ കുട്ടി കിട്ടാ, സുഖമൊക്കെ മാറും കേട്ടാ. പ്രാർത്ഥിക്കുക ദൈവത്തോട് കേട്ടാ. നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഈ പാവപ്പെട്ട കുടുംബം സഹായത്തിനായിട്ട് കൈ നീട്ടുകയാണ്. ഈ പാവപ്പെട്ട കുടുംബം രക്ഷപ്പെടും. ഒന്ന് മനസ്സ് വെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ഉസ്മാൻ ഭായ് വളാഞ്ചേരി, താജ് മാർബിൾസ് വെട്ടിച്ചിറ, കരിപ്പോൾ, മലപ്പുറം ജില്ല. ഇവിടെ ഒന്ന് കണ്ടപ്പോൾ വളരെ ദയനീയമായ ഒരു കുടുംബത്തെയാണ് കാണാൻ കഴിഞ്ഞത്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദയനീയമായ കുടുംബം. സത്യൻ്റെ മോളാണിത്. ഒരു ഭീമമായ സംഖ്യ ഈ കുട്ടിക്ക് ഒരു മാറാരോഗമാണ്, പിന്നീട് മാറ്റിയാൽ മാറുന്ന രോഗമാണ്. പക്ഷേ സത്യനാലെ യാതൊരു കഴിവുമില്ല. സത്യൻ അന്നാന്ന കൂലിപ്പടിക്ക് പോയിട്ടാണ് ഈ കുട്ടിയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നോക്കി പോയിരുന്നത്. ഇപ്പോൾ കുട്ടിയുടെ ഈ രോഗം കാരണം പുറത്തു പോകാൻ പറ്റണില്ല. അതുകൊണ്ട് സുമനസ്സുകൾ ഇത് കാണുന്നവർ കഴിവുള്ളവർ സഹായിച്ചിട്ടും കഴിവില്ലാത്തവർ മറ്റൊന്നിലേക്ക് ഷെയർ ചെയ്തിട്ട് സഹായിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇരുമ്പലം പഞ്ചായത്തിൽ 7ാം വാർഡ് പറമണ്ണൂർ മെമ്പറാണ് അമീർ. ഈ സത്യൻ്റെ മകൾ സ്നേഹ എന്ന് പറഞ്ഞ കുട്ടിക്ക് മാസം തോറും നല്ലൊരു ഭീമമായ സംഖ്യ മരുന്നിനും മറ്റും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും, പ്രവാസി സുഹൃത്തുക്കളും നാട്ടുകാരും കഴിവിൻ്റെ പരമാവധി ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും നിങ്ങളെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഇതുവരെ ചികിത്സിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി 4 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെയും അവർക്ക് ഇനി സുമനസ്സുകളെ സഹായം ഞങ്ങൾക്ക് തീർച്ചയായും നിർബന്ധമായിട്ടും വേണം. എല്ലാവരും നല്ല രീതിയിൽ സഹായിക്കും. നമസ്കാരം. സ്നേഹം നിറഞ്ഞ ഈ സ്നേഹ എന്ന കുട്ടിയുടെ ചികിത്സയിലേക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ അയൽവാസി കൂടിയാണ്. ഞങ്ങളൊരു ഫണ്ട് ഇവിടെ തുടങ്ങിയിരുന്നു. പക്ഷെ അത് പോരാ. ഇപ്പോൾ ഒരു മാസം 10-14 ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടല്ലേ നമ്മളിപ്പോൾ ഇതിലിട്ടുള്ളത്? ജോയിന്റ് അക്കൗണ്ടാണ്. അതിൻ്റെ സെക്രട്ടറി നവാസ് മാഷ് അക്കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും കഴിയുന്ന സഹായം അതിലേക്ക് അയച്ചു കൊടുക്കുക. എൻ്റെ പേര് ദാസൻ എന്നാണ്. ഇവിടുത്തെ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. സലീം മാഷ് എന്നാണ് അവരുടെ പേര്. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞാൽ ആ കുഞ്ഞു പൈതൽ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. നമ്മളിലാണ് ആകെയുള്ള പ്രതീക്ഷ. എല്ലാ വഴിയും മുട്ടിയതുകൊണ്ടാണ് ഇവിടുത്തെ വാർഡ് മെമ്പറും സഹപ്രവർത്തകരും നമ്മളെ മുന്നിൽ ഒന്നിച്ച് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ആ പാവപ്പെട്ട കുടുംബം രക്ഷപ്പെടും.